മുറുകുന്ന ധവള ശിരസ് അല്ല ഏറെ നനുത്തതാ അനുദിനം വന്നെത്തി താരിലും നീരിലും വിളയാടിടുന്നു പ്രപഞ്ചപ്രകാശവും ഒരുമിച്ചു നീ എന്ന പൂർവ സന്ദർശകേ. ഒരു കുലപ്പൂ പോലെ കയ്യിൽ മുറുകുന്ന ധവള ശിരസ് അല്ല ഏറെ നനുത്തതാ അനുദിനം വന്നെത്തി താരിലും നീരിലും വിളയാടിടുന്നു പ്രപഞ്ചപ്രകാശവും ഒരുമിച്ചു നീ എന്ന പൂർവ സന്ദർശകേ. അപരസാമ്യങ്ങളിങ്ങില്ല നിനക്കൊന്നുമിതുകൊണ്ട് നിന്നെ സ്നേഹിപ്പു ഞാൻ
വസന്തം നടത്തുന്നത്. അത് വേണമിന്ന് നീയൊത്തെനിക്കോ മലേ. ചെറിമരമൊത്ത് വസന്തം നടത്തുന്നത്. അത് വേണമിന്ന് നീയൊത്തെനിക്കോ മലേ. താങ്ക് യു. അമ്മയ്യ എന്തോ ചെറിയ കവിത അല്ലേ? ചെറിയ കവിത. മൊത്തം എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു? 7.5 മിനിറ്റ്. എങ്ങനെ റിസ്ക് എടുത്തു നീ? കുഴപ്പമില്ല, പഠിച്ചു. എങ്ങനെ പാടി? നന്നായിട്ട് നല്ലോണം പാടി. ഓക്കെ. ശരത് സർ. മക്കളെ എന്തോ സാർ? ഇത് പറഞ്ഞേ, ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. സിനിമ പ്രണയവർണ്ണങ്ങൾ, 1998. മ്യൂസിക് ചെയ്തത് വിദ്യാസാഗർ സാറ്. ലിറിസിസ്റ്റ് സച്ചിദാനന്ദൻ പുഴങ്കര സാറ്. പിന്നെ പാടിയത് സുരേഷ് ഗോപി സാറും. പിന്നെ നമ്മുടെ അണ്ണാച്ചിയോ? ഓ അതെ. എന്നാ ഞാനിങ്ങ് എടുക്കും. മക്കളെ ചക്കരെ പഞ്ചാര എന്തോ സാർ? നല്ല നല്ല സുഖമുണ്ടായിരുന്നു മോളെ. മോടെ ഒരു ശബ്ദത്തിനൊരു സുഖമുണ്ടല്ലോ, അതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ ഒരു സ്ഥലത്ത് ചെറുതായ അനുദിനം എഴുതിയിട്ടുണ്ട്, ഒരു അനുദിനം എന്നാ എഴുതി വെച്ചേക്കുന്നത്. അത് അക്ഷരപ്പശക് വരരുത് എഴുതുമ്പോഴും, കേട്ടോ മോളെ. മോളെ തന്നെയാണോ എഴുതിയത്? അല്ലേ? ആ. അതുപോലെ മോളെ ഈ സ്മരണകൾ നിറച്ചോട്ടെ, അതൊന്ന് ഒരു താളത്തിന് പാടണമെന്നുള്ളപ്പോൾ അത് അതിനകത്ത് പാടണം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പാടരുത്. അത് മോള് താളത്തിനകത്ത് കൊള്ളിച്ച് പാടാൻ പറ്റുമോ? അത് നമുക്കൊന്ന് കേൾക്കാൻ ഒന്ന് ഗ്രൂവ് കൊടുക്കുവോ? സ്മരണകൾ നിറച്ചോട്ടെ, സ്മരണകൾ നിറച്ചോട്ടെ, നിലനിൽപ്പിനും മുൻപ് നിലനിന്നിരുന്നു നീ എന്ന്. അതിനൊരു എക്സ്ട്രാ സുഖമാണ്. ചിലപ്പോൾ അത് ഒറിജിനലിൽ ഇങ്ങനെ കൃത്യമായിരിക്കണമെന്നില്ല, അത് കുറച്ചങ്ങനെ ഒഴുക്കി പാടിയാലും മതി. അതിപ്പോൾ ആരും കേസ് കൊടുക്കത്തില്ല. ഇത് പറയേണ്ടിരുന്ന വിദ്യാസാഗറാണ്. അപ്പോൾ വിദ്യാസാഗർ അണ്ണാച്ചിക്ക് അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണത്, അത് അങ്ങനെയാണ് വേണ്ടത്. ഞാനിതൊരു താളത്തിന് കൊണ്ട് നമുക്കൊരു സുഖം, ആ ഒരു കറക്റ്റ് ഗഡിൽ വീഴുമ്പോൾ നമുക്കൊരു മനസുഖം, അതിനുവേണ്ടി പറഞ്ഞതാ കേട്ടോ. ഓക്കെ. അതുപോലെ മോളെ എനിക്കൊരു സംശയമുള്ളത്, ഈ കഥകുകൾ തുറക്കാത്തത് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാൻസ ഇല്ലേ, അതിൽ ലാസ്റ്റ് 2 ലൈൻ എന്താണ്? ആ ഒരു ലൈൻ റിപ്പീറ്റ് ആണ്, എന്താണ്? അതെന്താണ്? ഉരിയുകയായി ഉടയാടകളീ മഴ. ആ, പക്ഷെ മോള് പാടുമ്പോൾ ഒരിയുകയായി എന്നാ കേൾക്കുന്നത്. ഓ ആണോ അതോ ഊ ആണോ? ആ, ഊ ആണോ? ഈ ഊ പാടണ്ടേ? പ്രത്യേകിച്ച് ഈ കവിത റൗണ്ട് ആകുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ കുറേയും കൂടെ വളരെ കൃത്യമായിട്ട് പറയണം, അല്ലേ? പറയണം. അതുപോലെ മോളെ ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ സിംഗപ്പയുടെ നീലശംഖു പുഷ്പങ്ങൾ എന്നുള്ളതും അത് കറക്റ്റ് ആ ഒരു കൃത്യമായ താളത്തിനകത്ത് ആക്കാമോ? ഒന്ന് ചുമ്മാ നമുക്ക് കേൾക്കാനാ മോളെ. ഇത് വേറൊന്നും പറയാനില്ല, ഒന്ന് പാടാമോ? അതെന്തോന്ന് കക്കാൻ പോകുന്ന പോലെ ഒരു സംശയം, കാവൽക്കാരൻ കാണുമോ അവിടെ? ഇവിടെ ഒന്ന് പാടി ചുമ്മാ പാടുമോളെ, അതിപ്പോ നോക്കണ്ട, ഞാനൊന്ന് കേട്ടപ്പം പറഞ്ഞതാ. മലമുടിയിൽ നിന്ന് നീലശംഖു പുഷ്പങ്ങൾ പല കുട്ട നിറയുമെൻ ഉമ്മകൾ നിനക്കാ. സൂപ്പർ മോളെ, അത് ഒത്തിരി താളം വന്നാൽ നല്ല രസമായിരിക്കും, അതുകൊണ്ടാ പറഞ്ഞ. ഒന്നുകൂടെ പാടാമോ? മലമുടിയിൽ നിന്നു നീലശംഖു മോളെ, നീലശംഖു പുഷ്പങ്ങൾ എന്ന് പാട്. നീല ശംഖ് പുഷ്പം അങ്ങനെ ആക്കല്ലേ, താളത്തിൽ വരുമ്പോ അതങ്ങ് വന്നോളും. നീ അങ്ങ് നീലശംഖു പുഷ്പങ്ങൾ എന്ന് പാടിയ വരും. മലമുടിയിൽ നിന്നു നീലശംഖു പുഷ്പങ്ങൾ പല കുട്ട. അല്ല മോളത് നീലശംഖു പുഷ്പങ്ങൾ എന്ന് പാടി നോക്കേ. മലമുടിയിൽ നിന്നു നീലശംഖു പുഷ്പങ്ങൾ ഒന്നുകൂടെ പാട്. 1 2 3 1 2 3. മലമുടിയിൽ നിന്നു നീല
നീലശംഖു പുഷ്പങ്ങൾ പല ഒന്നുകൂടെ പാടാം കൃത്യമായിട്ട്. 1 2 3 1 2 3. ആ ഛേ, ഇതെന്തൊരു കണക്കായത്? 1 2 3 1 2 3. മലമുടിയിൽ നിന്നു നീലശംഖു പുഷ്പങ്ങൾ പല കുട്ട നിറയുമെൻ ഉമ്മകൾ ആ ഇപ്പോഴും അത് ഒരു കറക്റ്റ് അല്ല, നമ്മൾ പറഞ്ഞ ഗ്രിഡ് അല്ല മോള് പാടുന്നത്. ഇപ്പൊ മോള് പറയുന്ന അക്ഷരങ്ങളൊക്കെ ഈ ഗിക്കാത്തിരിക്കണം, അല്ല അഡ്ജസ്റ്റ് ചെയ്ത് പറയല്ല വേണ്ട. മലമുടിയിൽ നിന്ന് മലമുടിയിൽ നിന്നു നീലശംഖു പുഷ്പങ്ങൾ പല കുട്ട നിറയുമെൻ അതായത് മോളെ ശരത്തേട്ടൻ ഇപ്പൊ പറയുന്നത് മോളിപ്പോ താളത്തിൽ അതാക്കാൻ നോക്കണ്ട, അങ്ങ് പാടിക്കോ, വെറുതെ പാട്. അതിനകത്ത് അങ്ങ് പാട്. ബാക്കിങ് അങ്ങനെ കിടക്കും. 1 2 3 അതങ്ങ് പാടിയാ മതി, വെറുതെ പാട്, താളം നോക്കണ്ട അവിടെ, നോക്കണ്ട. പാടിക്കോ. സുരേഷ് ഏട്ടനെ മനസ്സിലാലോചിച്ച് പാടും, മനസ്സിൽ ധ്യാനിച്ചോ അണ്ണാച്ചി. മലമുടിയിൽ നിന്നു നീലശംഖു പുഷ്പങ്ങൾ പല കുട്ട നിറയും ഓൾമോസ്റ്റ് ഓക്കെ മോളെ. അത് വിട്ടോ അത്രേ ഉള്ളു. അത് ഒന്ന് മോളെ, അത് ഒരു ഗ്രിഡ് എന്ന് പറയുമ്പോൾ അതങ്ങ് മനസ്സിൽ വെക്കുക. നീല താര തീത്താര അതിനകത്ത് നിൽക്കും. കുറച്ച് ഇച്ചിരി സമയം വിടേണ്ടി വരും, കാരണം നമ്മൾ മുമ്പേ തീരും അങ്ങനെ പാടുമ്പോ. നീല ശംഖു പുഷ്പങ്ങൾ തെരേന്ന് മോള് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് വലിച്ചാലേ ഉള്ളൂ. നമ്മൾ വലിക്കാതെ പാടുമ്പോ അതിനകത്ത് നിൽക്കും. കുറച്ച് ശ്വാസം എടുത്തോ കൊച്ചേ, നീ സമാധാനമായിട്ട് പാടാമല്ലോ. അത്രേ ഉള്ളൂ മുത്തേ. ഒക്കെ നല്ല 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 സുഖമായിരുന്നു മോളെ. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് മോളെ. ഹരിച്ചേട്ടാ, ഞാൻ എങ്ങനെ താളത്തിലാക്കാന്ന് എന്തെങ്കിലും തലയും കുത്തി താളത്തിലാക്കാൻ പറ്റുമോ നോക്കുമായിരുന്നു. നീല ശംഖു പുഷ്പം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പാടേണ്ടി വരും. അത് നമ്മളെ നീല ശംഖു പുഷ്പങ്ങൾ മനസ്സിലായോ? അത് സമത്തി പിടിച്ചാ മതി. ആ അതായത് നീല ശംഖു പുഷ്പങ്ങൾ അത് വെളി വരും. അതാണ് നീല ശംഖു പുഷ്പങ്ങൾ എന്ന് പാടി വരും. അതൊരു വല്ലാത്ത ഇടവാ. ഒന്നുകൂടി പാടിത്തരാം, ചുമ്മാ ഒന്ന് നോക്ക്. നീല ശംഖു പുഷ്പങ്ങൾ തക്കത്തിമ്മി എടുക്കാനൊക്കത്തില്ല. മലമുടിയിൽ നിന്ന് തക്കത്തിമ്മി കഴിഞ്ഞ ഉടനെ പാടിക്കണം. 3 4 മലമുടിയിൽ നീല ശംഖു പുഷ്പങ്ങൾ പല കുട്ട നിറയുമെൻ ഉമ്മകൾ നിനക്ക്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളൂ ഇവിടെ, വേറെ മാർഗമില്ല. നീല ശംഖു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ശംഖു അതൊരു നീല ശംഖു എന്റെ അടുത്തിരിക്കുന്നു കേട്ടോ മോളെ. പുഷ്പങ്ങള് ഓൺ ബീറ്റ് വരണം. നീല ശംഖു പുഷ്പങ്ങൾ മലമുടിയിൽ നിന്ന് നീലശംഖു മക്കളെ തക്കത്തിമ്മി നീ മലമുടിയിൽ തിക്കത്തിമ്മി നീല ശംഖു പുഷ്പങ്ങൾ മലമുടിയിൽ തക്കത്തിമ്മി നീല ശംഖു പുഷ്പം. അപ്പൊ വരും കറക്റ്റ് കേട്ടോ. അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി. പിന്നെ മോളെ ഇത് ഒരു വലിയ എഫേർട്ടാണ്, ഇത്രയും കാണാതെ പഠിച്ചു. അതെ, അതിന് ഒരു ക്ലാപ്സ്. താങ്ക് യു സർ. ആരാ സെലക്ട് ചെയ്തത്? ഇത് ഞങ്ങള് ഗ്രൂമേഴ്സ് ഒക്കെ ആയിട്ട്. ഓക്കെ, അല്ല ലൈക് ഗ്രൂമേഴ്സ് സജസ്റ്റ് ചെയ്തതാണോ അതോ മോൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്തിട്ട്? ഗ്രൂമേഴ്സ് ഇങ്ങനെ ഒരു പാട്ട് പറഞ്ഞു, അപ്പോൾ ഞങ്ങള് കേട്ടിട്ട് നല്ലതെന്ന് പറഞ്ഞു. ഓക്കെ ശരി. ഇതിൽ ചില സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ടെമ്പോ നമ്മളിപ്പോൾ ഒരു താളത്തിൽ, ഇപ്പോൾ കവിത അങ്ങനെ താളത്തിൽ പാടണമെന്നില്ല, പക്ഷെ ഒരു ഋതം കിടക്കുമ്പം അതിനുമായിട്ടൊന്ന് ഒത്തുപോകണം. ഇപ്പം അവിടെ അതൊരു താളത്തിലല്ലെങ്കിൽ അത് ഋതത്തിനൊരു വാല്യൂ ഇല്ലാതാവും. ആ ഋതം ഉള്ള സ്ഥലത്ത് ഒന്ന് മാച്ചപ്പ് ചെയ്ത് പോവാം കേട്ടോ. അങ്ങനെ 2-3 സ്ഥലം ശരത്തേട്ടൻ പാടിച്ചു. പിന്നെ ചെറിമരമൊത്ത് വസന്തം നടത്തുന്നത്, അതൊന്ന് പാടാമോ? ചെറിമരമൊത്ത് വസന്തം നടത്തുന്നത്. ഇപ്പൊ കുഴപ്പമില്ല. നേരത്തെ വസന്തം നടത്തുന്നത് അത് നേരത്തെ മോള് പാടിയപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. ഇപ്പം
നീ ഇപ്പൊ പാടിയത് നല്ലതായിരുന്നടാ. അത് കൊള്ളായിരുന്നു. അപ്പൊ മോളെ അങ്ങനത്തെ കുറച്ച് ടെമ്പോ പ്രശ്നങ്ങൾ ഒക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ശ്രുതി ഇങ്ങനെ അവരോടൊക്കെ കുറച്ചുകൂടി വേർഡ്സ് ഇങ്ങനെ കവിത റൗണ്ടൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റണം. അമ്മയെ അല്ലാത്ത രീതിയിലൊക്കെ ഒന്ന് പാടാൻ ശ്രമിക്കണം. ഓക്കെ സർ. മനസ്സിലായില്ലേ? ഇത് അങ്ങനത്തെ ഒരു റൗണ്ട് അല്ലേ. തുടങ്ങുമ്പോൾ തൊട്ട് ആ ഒരു വേർഡ്സിന് കുറച്ച് പ്രോമിനൻസ് കൊടുക്കുക. ഓക്കെ അപ്പോഴേ നമുക്കും ഫീൽ ചെയ്യുള്ളൂ ഒരു കവിത റൗണ്ട്, കവിത കേൾക്കുന്നു എന്നുള്ളൊരു സാധനം കിട്ടുള്ളൂ കേട്ടോ. ബട്ട് നല്ല പെർഫോമൻസ്, ഗുഡ് പെർഫോമൻസ്. താങ്ക് യു സർ. ചേട്ടാ ഷാനിക്ക മോള് നന്നായിട്ട് പാടി കേട്ടോ. നല്ല നല്ല ശബ്ദം. താങ്ക് യു സർ. കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ മാത്രം. പിന്നെ ഇത് ആക്ച്വലി ബുദ്ധിമുട്ടാണ്. കാരണം പുറകിൽ ഒരു ടെമ്പോ ഇങ്ങനെ ഓടുമ്പോൾ അതിനെ ഓഫ്സെറ്റ് ചെയ്തിട്ട് പാടുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാനും സെയിം സംഭവം. അതെ, സ്മരണകൾ നിറച്ചോട്ടെ ഉരിയുകയായി, അത് ഓ എന്നാ കേട്ടത്. അപ്പൊ ഇതാണ് ഈ കവിതാ റൗണ്ട് എന്ന് പറയുമ്പോൾ കവിതക്കാണ് അവിടെ ഇമ്പോർട്ടൻസ്. അപ്പം ഓരോ വാക്കും നമുക്ക് പെറുക്കി 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 എടുക്കാൻ പറ്റണം കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് കുറേ ഭാഗങ്ങളിലൊക്കെ എന്താ പാടുന്നതെന്നുള്ളത് മനസ്സിലായില്ല. ഒന്നാമത് ഓഫ് ടെമ്പോയിലാണ് പാട്ട് ഇരിക്കുന്നതും. അപ്പം വേർഡ്സും കൂടെ ക്ലാരിറ്റി കുറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു എത്തും പിടിയും കിട്ടാതെയാവും. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ ഉണ്ട്, രാജേഷ്. പുള്ളി ഇടയ്ക്ക് വന്ന് അങ്ങ് വിളയാടിയിട്ട് അങ്ങ് പോകും. ചേട്ടാ ഇങ്ങനെയൊക്കെ കാണിക്കും. അതെ, അത്രേ ഉള്ളൂ മോളെ. നല്ല നന്നായിട്ട് തന്നെ പാടി കേട്ടോ. All the best. താങ്ക് യു ഷാനിക്ക. ഓക്കെ, ഇനി മാക്സ്. ഓക്കെ. പാറു, ആ എനിക്ക് ആ സിംഗപ്പേഷൻ നീ ഒന്ന് കയ്യില് താളം ഇട്ട് പറഞ്ഞ നീ അത് അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഞാൻ കണ്ടു. ഒളികണ്ണിട്ട് നോക്കി ഞാൻ ഒന്ന് പറഞ്ഞു മോളെ. ആ ഇത്രയും നേരം ഇപ്പൊ ഇതുവരെ പറഞ്ഞോണ്ടിരുന്ന എന്തായിരുന്നു അത്? തകതിമി തള്ളി. ആ മല എന്താ മോളെ ഒന്ന് പറഞ്ഞോട്. മലമുടിയിൽ നിന്ന് നീല ശംഖു പുഷ്പങ്ങൾ. മാത്രം മതി. അത്ര മതി, അതിനുള്ള ഇതേ ഉള്ളൂ. മലമുടിയിൽ ശംഖു അത് ഇടണ്ടേ അപ്പ? അതെല്ലാം കൂടെ വേണം. അതിടുക. മലമുടയിൽ നിന്ന് നീല അയ്യോ ഇടാ കറക്റ്റാണ് ഇപ്പൊ. പുല്ലിനെ കൊണ്ട് തോന്നി പക്കയായിരുന്നു. കണ്ടിന്യൂ ചെയ്താൽ മതി. ഫൈനൽ ടേക്ക് ആണേ. ഞങ്ങളുടെ അഭിമാനം, സൂപ്പർ സ്റ്റാറിന്റെ അഭിമാനം പാറു താളമിട്ട് തുടങ്ങിയിരിക്കുന്നു. മലമുടയിൽ നിന്ന് നീല ശംഖു പുഷ്പങ്ങൾ. ഏതാണ്ട് കുറച്ച് ലേറ്റായിട്ട് നീങ്ങില്ല. ഒരു 1 2 3 4 മനസ്സിൽ വെച്ചോ. മലമുടിയിൽ 1 2 3 4 നീല ശംഖ് പുഷ്പം. വെറും താളം മാത്രം മതി. രജിത്തുമായിട്ട് ചേരുന്നില്ല അവള്. മലമുടയിൽ നിന്ന് നീല ശംഖു പുഷ്പങ്ങൾ. ഓൾമോസ്റ്റ് ഈ പക്ക ആക്കിയ ഇത് ജനങ്ങൾ നിന്നെ എടുത്തിട്ട് കൊണ്ടാണ്. മലമുടയിൽ നിന്ന് നീല ശംഖു പുഷ്പങ്ങൾ. പാറു താളം ഇടുമ്പോ താളം കുറച്ച് സ്പീഡ് ചെയ്യുന്നുണ്ട്. മലമുടയിൽ നിന്ന് നീല ശംഖു പുഷ്പം. അവിടെ ബ്രേക്ക് വരാൻ പാടില്ല അല്ലേ? ഓക്കെ. മലമുടിയിൽ തക്കത്തിമ്മി നീല ശംഖ് പുഷ്പങ്ങൾ. ഓ, മലമുടയിൽ നിന്ന് നീല ഇപ്പൊ നീ ഇല്ലേ ചാടി എടുക്കുന്നു. 1 2 3 4 നീല 1 2 3 4 മനസ്സിൽ വെച്ചോ. മലമുടിയിൽ 1 2 3 4 നീല 3 4. മലമുടയിൽ നിന്ന് നീല ശംഖു പുഷ്പങ്ങൾ. ആ നീല കുറച്ച് മുമ്പേ വരുന്നടാ. ഓ, കുറച്ച് ലേറ്റ്. മലമുടിയിൽ 1 2 3 4 നീല ഒരു തക്കത്തിമ്മി എന്ന് മനസ്സിൽ വെച്ചാ മതി. മലമുടയിൽ നിന്ന് നീല ശംഖു പുഷ്പങ്ങൾ. നിന്നെ കൂടെ പാടിച്ചിട്ട് വിടും. മലമുടിയിൽ തക്കത്തിമ്മി നീല. 1 2 3 4 വിട്. മലമുടയിൽ നിന്ന് പാടണം. മലമുടയിൽ നിന്ന് നീല ശംഖു പുഷ്പ
നീല കുറച്ചുകൂടെ തള്ളിയെടുക്കും. ഇച്ചിരി കൂടെ കുറച്ചുകൂടെ കഴിഞ്ഞ് വരുമ്പോ അവിടെ നീല ശംഖ് നീല ഇത്തിരി നീട്ടണോ? അല്ലല്ല നീല തുടങ്ങുന്ന ലേറ്റ് ആകണം. നീല ശംഖ് പുഷ്പങ്ങൾ മുട്ടിയിൽ നീല ശംഖ് പുഷ്പങ്ങൾ. അപ്പൊ പുഷ്പം നിനക്ക് ഓൺ ബീറ്റ് കിട്ടും. അതുകൊണ്ടാ മലമുടിയിൽ നിന്ന് നീല ശംഖു പുഷ്പങ്ങൾ. ഞാൻ എന്റെ വാളും പരിചയം വെച്ചിരിക്കുന്നു. കീഴടങ്ങി. 1 2 3 1 2 3. മലമുടിയിൽ 1 2 3 നിന്ന് 4. നീല ശംഖു പുഷ്പങ്ങൾ. നീ പെണ്ണെ, നീ അങ്ങനെയാണോ പാടുന്നത്? മലമുടിയിൽ 1 2 3 4 നീല ശംഖ്. ആ ഇടയ്ക്ക പതുക്കെ പാവം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക ഇടയ്ക്ക. ഒന്നുകൂടെ പാടോ ഹരിച്ചേട്ടാ? ഒന്നുകൂടെ പാടോ? മലമുടിയിൽ നിന്ന് നീല ശംഖ് പുഷ്പങ്ങൾ. മലമുടിയിൽ 1 2 1 2 3. മലമുടിയിൽ നിന്ന് തക്കത്തിമ്മി. നീല ശംഖ്. ഇടി തകതിമി കഴിഞ്ഞിട്ട് മലമുടിയിൽ 1 2 3 4 നീല ശംഖ് പുഷ്പങ്ങൾ. ക്യാമറ ചേട്ടനൊക്കെ പാടി തുടങ്ങി. തക്കിട്ട മലമുടിയിൽ 1 2 3 4 നീല ഓ ശംഖ്. 1 2 3. മലമുടിയിൽ 1 2 3 4. നീല ശംഖു പുഷ്പങ്ങൾ. പോയണ്ണ അവിടുന്ന്. അല്ല മട അതായത് ആ ബീറ്റിന് തൊട്ട് മുമ്പ് നീ പാടിയത്. മുടിയിൽ തക്കത്തിമ്മി നീല ശംഖ് പുഷ്പങ്ങൾ. തക്കത്തിമ്മി നീല ശംഖ്. മലമുടിയിൽ 1 2 3 നിന്ന് 4. നീല ശംഖ്. അങ്ങനെ അവിടെ ചാടണം. തക്കത്തിമ്മി 4 5 പാടിക്കും. നിങ്ങൾ ഇങ്ങനെ കാണിക്കോ? ആ എന്ത് വേണം കാണിക്കാം. നോക്കിയോ മലമുടി 1 2 3 മലമുടിയിൽ 1 2 നിന്ന് 3 4 നീല ശംഖു പുഷ്പങ്ങൾ. മോളെ എടാ അവളൊരു ആങ്കറാണ്. അവളെന്തോ ഒരു സമയം കിട്ടുമ്പോഴൊക്കെ ഡാൻസ് ചെയ്യുന്നുള്ള അല്ലാതെ ഡാൻസിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഒരെത്തും പിടിയും കിട്ടാത്ത ഒരാളെ. എന്നിട്ട് പോലും അവൾ ആ താളബോധത്തിൽ പാറു. സാറ് സ്റ്റാൻഡിംഗ് ഓവേഷൻ കൊടുക്കുന്ന ആദ്യത്തെ കണ്ടസ്റ്റന്റ്. വേറൊന്നുമില്ല, തലകുലിക്ക് സമ്മതിച്ചു. അത് പറഞ്ഞ ഉടനെ ഒരു പ്രാക്ടീസും ഇല്ല പാടി. അതാ നമ്മൾ ഞെട്ടിപ്പോയി. ദൈവമേ, ഒന്നും പറയാനല്ലേ മോളെ, ഒന്നും പറയാൻ. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. ഒന്നിന് ഫുള്ള് ഇതായിരിക്കും. മാർക്ക് വേണ്ടേ? ആ യെസ് ശരത് സാർ. യെസ് ബോസ്. മാർക്ക് മാർക്ക് എനിക്ക് ആ മലമുടിയിലാ ഞാനിപ്പോ ഉള്ളത്. ഞാനും അതെ മലയിൽ നിന്ന് ഇറങ്ങണം. ഞാൻ ഒന്ന് ഇറങ്ങട്ടെ, ഒരു മിനിറ്റ്. ഞാൻ താഴെ വന്നു. എത്തി കിതക്കുന്നുണ്ടോ ചേട്ടാ? മലമുകളിൽ ഇറങ്ങി. മക്കളെ 8.7. താങ്ക് യു താങ്ക് യു സർ. ശരത് സാർ. ഹരിച്ചേട്ടാ 8.6. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക ഓക്കെ 17.3.